എല്ലാവർക്കും ഡാനി ആൻഡ് അന്നാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചാട്ട് മസാല റെസിപ്പിയുമായിട്ടാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടുമുള്ള ഒരു റെസിപ്പിയാണിത്. മാളുകളിൽ, ബീച്ച്, പാർക്ക് എന്നിവിടങ്ങളിൽ പോകുമ്പോഴാണ് നമുക്കിത് സാധാരണയായിട്ട് കിട്ടുന്നത്. ഈ റെസിപ്പിയുടെ ഇമ്പോർട്ടൻറ്റ് ടിപ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് സ്വീറ്റ് കോൺ ആണ്. അതിൻ്റെ കൂടെ ബട്ടർ, മസാല ഇവയെല്ലാം ചേർത്തെടുത്താൽ നമ്മുടെ ചാട്ട് മസാല റെഡിയായി കിട്ടും. അപ്പോൾ ഇതെന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയത്തിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് വേകുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു മുഴുവൻ സ്വീറ്റ് കോണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ അല്ലികളെല്ലാം പൊളിച്ചെടുത്തതിന് ശേഷം നന്നായി കഴുകിയതിന് ശേഷമാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേകാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഫൈബറും കാർബോഹൈഡ്രേറ്റും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ധാരാളം വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അതുപോലെ തന്നെ ഈ കോൺ പല കളറിലും നമുക്ക് കിട്ടുന്നതാണ്. മഞ്ഞ, നീല, ചുവപ്പ് എന്നീ കളറുകളിലൊക്കെ നമുക്ക് ഇത് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കോൺ റെഡിയായി വന്നിട്ടുണ്ട് ഏകദേശം. ഇപ്പോൾ ഇതിൻ്റെ കളറും ചേഞ്ചായി ഏകദേശം ഒരു മഞ്ഞ കളറിലായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെന്തോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ കോൺ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചാട്ട് മസാല നമുക്ക് ഫ്രോസൺ കോൺ ഉപയോഗിച്ചും ഉണ്ടാക്കാവുന്നതാണ്. ഫ്രോസൺ കോൺ വെച്ച് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ കോൺ നമുക്ക് ആവിയിൽ വെച്ചും വേണമെങ്കിൽ വേവിച്ചെടുക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പോപ്കോൺ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണം. ഇനി ഇതിൽ ബാക്കിയുള്ള വെള്ളം നമുക്ക് ഡ്രെയിൻ ചെയ്ത് കളയാം. അതിനുശേഷം ഈ സെയിം പാൻ തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബട്ടറിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമല്ലാത്തവർ അല്പം ബട്ടർ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഫ്ലെയിം ലോയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കോൺ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ബട്ടർ ഈ കോണിലെല്ലാം നന്നായിട്ട് പിടിക്കത്തക്ക വിധം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബട്ടറിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമല്ലാത്തവർ അല്പം ബട്ടർ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ ഉപ്പ് നോക്കിയതിന് ശേഷം കുറവുണ്ടെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് ഇത് ഇങ്ങനെയും നമുക്ക് കഴിക്കാവുന്നതാണ്, മസാലകളൊന്നും ചേർക്കാതെ തന്നെ. ഇപ്പോൾ ഇതിൽ ബട്ടറെല്ലാം പിടിച്ച് നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചാട്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു ഡീപ്പ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഇതുപോലെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചൂടോട് കൂടി തന്നെ നമ്മുടെ കോൺ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഐറ്റംസ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. ചാട്ട് മസാലയും 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അല്പം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി തന്നെ മിക്സായി വരണം. അതുപോലെ തന്നെ എരിവും പുളിയും എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടുതൽ പുളി ഇഷ്ടമുള്ളവർക്ക് അല്പം കൂടെ ചെറുനാരങ്ങ നീര് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് എരിവ് അല്പം കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി തന്നെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം എന്താണ് കുറവുള്ളതെന്ന് നമുക്ക് തോന്നുന്നത് അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായി തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ിലൊക്കെ കിട്ടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചാട്ട് മസാലയാണിത്. ഇത് നമുക്ക് വീട്ടിൽ ഇങ്ങനെ തയ്യാറാക്കാം. ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് പച്ചമുളകും സവോളയും എല്ലാം ചേർത്ത് കഴിക്കാവുന്നതാണ്.
മാളുകളിലെല്ലാം കിട്ടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചാട്ട് മസാലയാണിത്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ ഇത് കഴിക്കുമ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. അടുത്ത ദിവസം പുത്തൻ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.